ഫ്രണ്ട്സ് നമസ്കാരം. എല്ലാവർക്കും അപ്പച്ചൻ്റെ കലവറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കലവറയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വട്ടയപ്പമാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി, കോട്ടയം ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് മധ്യ തിരുവിതാംകൂറിലെല്ലാം ഇതിന് വട്ടയപ്പം എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കിണ്ണത്തപ്പം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് വട്ടയപ്പം എന്ന് പേര് വന്നതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. മിക്കവാറും എല്ലാ അപ്പങ്ങളും വട്ടത്തിൽ തന്നെ ആയിരിക്കുന്നത്. പക്ഷേ ഇതിന് മാത്രം എന്തുകൊണ്ട് വട്ടയപ്പം എന്ന് പേര് വന്നു എന്നുള്ളത് അറിയത്തില്ല. എന്നാലും നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടയപ്പത്തിന് വേണ്ട ചേരുവകൾ. ഒന്നാമത് നമുക്ക് വേണ്ടത് പച്ചരി. ഇത് നമുക്കൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് പച്ചരി. പിന്നെ നമ്മുടെ ചോറ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ചോറിൻ്റെ കുറച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കപ്പി കാച്ചാതെ ആണ് ഇതുണ്ടാക്കുന്നത്. എളുപ്പ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പി കാച്ചാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ചോറ് ചേർത്ത് അരയ്ക്കുന്നത്. ചോറ്, പിന്നെ തേങ്ങാപ്പാൽ ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന മാവാണ്. അതായത് അപ്പത്തിന് അരച്ചപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ മാവിൻ്റെ ഒരു കുറച്ച് 4-5 സ്പൂൺ എടുത്ത് വെച്ചിരുന്നതാണ്. ഇതിൽ നിന്ന് ഒരു 2 സ്പൂണും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഈസ്റ്റ് ചേർക്കത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പുളിച്ച് വരികയും നമ്മൾ ഇത് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ ഇതുകൂടെ ഷുഗറും കൂടെ ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ അരയ്ക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം, അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഏലക്ക, ജീരകം, പിന്നെ കിസ്മിസ്, ഉണക്കമുന്തിരി, കാഷ്നട്ട്. ഈ 4 ഐറ്റം നമുക്ക് ഇപ്പോൾ വേണ്ട. ഇത് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. ഇത് കാഷ്നട്ടും കിസ്മിസും പിന്നെ ഏലക്കയും ജീരകവും ഒന്ന് പൊടിച്ച് ചേർക്കും. ഇത് രണ്ടും അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ടോപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കാഷ്നട്ടും കിസ്മിസും. അപ്പോൾ നമുക്ക് ഈ അരിയും ചോറും തേങ്ങാപ്പാലും ഷുഗറും നേരത്തെ എടുത്തു വെച്ചിരുന്ന ഈ മാവിൻ്റെ ഇതും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ അരി ഇട്ടു, ഒരു 4 സ്പൂൺ ചോറിട്ടു, പഞ്ചസാര ഇട്ടു, തേങ്ങാപ്പാൽ ഒഴിച്ചു. വെള്ളം നമ്മൾ ചേർക്കുമ്പം നോക്കി ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിത് അടിക്കുമ്പം കുറച്ചത് ലൂസായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതി. നല്ല കുറുകിയിരിക്കണം. നമ്മൾ ഇത് പാലപ്പത്തിന് എടുക്കുന്ന ആ രീതിയിൽ തന്നെ അതിലും കുറച്ചുകൂടെ കട്ടിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. പാലപ്പത്തിൻ്റെ അത്രയും അങ്ങോട്ട് ലൂസായി പോകരുത്. ഇതാണ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ എടുത്തത് 3 കപ്പ് പച്ചരി, അതിന് 1 കപ്പ് ചോറ്, 1 തേങ്ങയുടെ പാല്, പഞ്ചസാര ആവശ്യത്തിന്, മധുരം ഓരോരുത്തർക്കും താല്പര്യമുള്ള മധുരം പോലെ ചേർക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. അത് എല്ലാം കൂടെ അരച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ വെച്ചിട്ടുണ്ട്. ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുകയാണ്. ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓവനകത്തൊന്നും വെക്കണ്ട, വെറുതെ പുറത്ത് വെച്ചിരുന്നാൽ മതി. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ശരിയാവും, നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് തണുപ്പ് രാജ്യം ആയതുകൊണ്ട് നമ്മളിത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. ഒരു 80 ഡിഗ്രിയിൽ ഞാൻ ഓവൻ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാവിനെ ഞാൻ ഓവനകത്തേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഇരുന്നാലേ നാളെ രാവിലത്തേക്ക് ഇത് അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ മാവിനെ നമ്മൾ ഓവൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാവ് ഇതാകണ്ടോ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ഇതൊന്ന് ചേർക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്.
നിങ്ങൾക്കിപ്പോൾ ഇതിപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 12 ഏലക്കായും കൂടെയാണ് ഇതിനകത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയും സാധനം ഇട്ട് നമുക്ക് ഗ്രൈൻഡറിൽ പൊടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കല്ലുണ്ടെങ്കിൽ കല്ല് വെച്ച് ഒന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാനാണെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ഇട്ട് അടിച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പം ഷുഗർ മറ്റേ മാവിനകത്ത് അരിക്കകത്ത് ചേർത്ത് അരയ്ക്കുന്നതിന് പകരം കുറച്ച് ഷുഗർ എടുത്തിട്ട് ഈ ഏലക്കായും ജീരകവും കൂടെ അതും കൂടെ കൂട്ടി പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇടരുത്, കുറച്ച് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് ഉപ്പിട്ടും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ എല്ലായിടത്തും എത്തട്ടെ. ഇനി നമുക്കിതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടർ എടുത്തേക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ലാത്തൊരു വിഷമിക്കണ്ട. ബട്ടർ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് പാത്രത്തിൽ പിടിച്ചിരിക്കാതെ ഈസി ആയിട്ട് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ആകുമ്പോഴത്തേനും ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമെന്നേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് വീട്ടിലുള്ള ഓയിൽ, കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്താ ഓയിലോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേനും തണുത്ത് കഴിഞ്ഞേ ഇത് എടുക്കാവുള്ളൂ. എടുക്കുമ്പോൾ ഇത് പാത്രത്തെ പറ്റി പിടിച്ചിരിക്കാതെ മൊത്തം ഇളകിപ്പോരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഇതിൻ്റെ അകത്തേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കണം, ഇത് നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇത് വേകുമ്പോൾ കുറച്ച് പൊങ്ങി വരും. അപ്പോൾ ഒരു അരപ്പാത്രം ഒക്കെ ഒഴിക്കാവുള്ളൂ. ഈ പരുവത്തിന് ഒരു അരപ്പാത്രമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ അടുപ്പത്ത് കയറ്റാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അപ്പച്ചമ്പെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് തീ കത്തിച്ചിടാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോണം, അല്ലെങ്കിൽ പാത്രം ഇരുന്ന് കരിയും. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് സ്റ്റീം വന്നിട്ട് വെള്ളം തീർന്നു പോകും, വെള്ളം ഇരുന്ന് പാത്രം ഇരുന്ന് കരിയും. അപ്പം എന്നിട്ട് ഇതിനെ നമ്മളെ ഈ അപ്പച്ചെമ്പിൻ്റെ ഇഡലി തട്ട് കണ്ടോ, ഇഡലി തട്ട് തിരിച്ച് വെക്കുക, തിരിച്ച് കമത്തി ഈ പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ ഇത് നമ്മുടെ അപ്പച്ചെമ്പിലെ വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. വെച്ചിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് അവിടെ ഇരുന്നത് വേഗം. അപ്പോൾ ന്യായമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്തിനാണ് പിന്നെ ഈ കാഷ്നട്ടും കിസ്മിസും കാണിച്ചത് അല്ലേ? ഈ കാഷ്നട്ടും കിസ്മിസും ഒന്നുമല്ല, ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ആദ്യമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് വെന്ത് വരുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടെ അങ്ങ് ഈ അപ്പത്തിൻ്റെ അകത്ത് മുങ്ങിപ്പോവും, ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ആവി കയറിയതിന് ശേഷം അതൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയും അങ്ങോട്ട് മുങ്ങിപ്പോകാതെ ഇരുന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വീണ്ടും മൂടി വെച്ച് അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, അപ്പം വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെ ഈർക്കിലിയോ എന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് അതിൻ്റെ നടുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും പറ്റി പിടിക്കുകയില്ല, വെന്തിട്ടില്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഇതിങ്ങനെ മാവ് പറ്റി പിടിച്ച് വരും. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇതിനെ തണുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കും.
അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് അതിനകത്ത് ഇതിന്ന് തന്നെ ഈ പ്ലേറ്റിൽ വെച്ച് തന്നെ ഇതിനെ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇതുണ്ടോ, പൊങ്ങി പൊങ്ങി വരുന്നതാണ്. അതുപോലെ ഈസി ആയിട്ട് ഇത് ഇളകി പോരും കേട്ടോ. നല്ല വൃത്തിയായിട്ട് വന്നു കേട്ടോ. ഈ പാത്രത്തിലൊന്നും ഒന്നുമില്ല. ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെറുതായിട്ട് ആ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തത്. അപ്പോൾ ബട്ടറിന് പകരം എണ്ണ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം ഉണ്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഒന്ന് തിന്ന് നോക്കിയിട്ട് പറഞ്ഞേടാ എങ്ങനെ ഉണ്ടെന്ന്. Very soft and delicate. The raisins and the cashew nut add more flavor to the vattayappam. It's something I'd eat at the evening with tea. It's very good, very nice and soft and very sweet. Really good. അപ്പോൾ നമ്മുടെ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷുഗറും സോൾട്ടും ഒക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇടുക. പിന്നെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാൻ മേലാത്തവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇന്നലെ പഴയ മാവ് കൂട്ടിയാണ് അരച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് മാവ് ഉണ്ടാകത്തില്ലായിരിക്കാം എല്ലാവരുടെയും കയ്യിൽ. അതിന് പകരം ഈസ്റ്റ് കലക്കി ചേർക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് അത് കലക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഈ അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് ഒരു കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. കാരണം അതൊക്കെ കാണുന്നതല്ലേ നമ്മുടെ ഒരു നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു. അപ്പം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. Bye.